കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പ്രസംഗം നിർത്ത് ശാരദാമ്മേ, കുറെ നേരം ആയല്ലോ. നിങ്ങൾക്ക് 30 പവൻ സ്വർണം എടുത്താ പൊങ്ങാത്തതാണെങ്കിൽ വിട്ടേക്കണമായിരുന്നു. 30 പവൻ പിന്നെ പ്രേമം മാങ്ങാത്തൊലി എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? രാജീവിന് ഞങ്ങൾ വേറെ പെണ്ണാലോചിച്ച് വെച്ചിരുന്നതാ. അവനൊരു കോളേജ് ലെക്ചറാ. അതുകൊണ്ട് 30 അല്ല 300 പവൻ പൊന്നുമായിട്ട് ക്യൂ നിന്നേനെ പെമ്പിള്ളേരുടെ അച്ഛനമ്മമാര്. അതിനു പകരം ഇങ്ങനത്തെ മെനകെട്ട പരിപാടിയിൽ കുരുങ്ങിപ്പോയി എന്റെ അനന്തരവൻ. എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, ഞാൻ എന്തോ മഹാ അപരാധം ചെയ്ത മട്ടുണ്ടല്ലോ നിങ്ങളുടെ ഈ സംസാരം കേട്ടിട്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട 30 പവൻ പൊന്ന് കയ്യിലേക്ക് വച്ച് തന്നില്ലേ? എന്നിട്ടും എന്താ ഇനി പ്രശ്നം? എവിടുന്ന് 30 പവൻ പൊന്നോ? ഇത് 30 പവന് മുക്ക, വെറും മുക്കുപട്ടം. വെറുതെ ഈശ്വരനെ വിളിച്ച് നാടകം കളിക്കല്ലേ ശാരദാമ്മേ. ഈ ചെമ്പിൽ മുഴുവൻ സ്വർണം പൂശി ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നിന്ന് ഈശ്വരാന്ന് വിളിക്കുന്നു. ഇതൊക്കെ ഭയങ്കര ബോറാ ശാരദാമ്മേ. ലക്ഷത്തിൽ കൂടുതൽ തരും. പണമായിട്ടല്ല, പൊന്നായിട്ട്. എന്നുവെച്ചാ എത്രയാ? 30 പവൻ. എന്താ ശാരദാമ്മേ, നാവിറങ്ങിപ്പോയോ? കുഞ്ഞിന് പൊള്ളിന്ന് പറഞ്ഞ് നേരത്തെ കുറച്ചോണ്ട് കുറെ ചാടിയതായിരുന്നല്ലോ. എനിക്കൊരു ചതി പറ്റിയെന്ന് തോന്നുന്നു വിജയലക്ഷ്മി. നിങ്ങൾക്ക് എന്തോന്ന് ചതി പറ്റിയെന്ന്? ചതി പറ്റിയത് എന്റെ മോനാ, ഞങ്ങൾക്കാ. ഈ വീട് സ്ഥലമൊക്കെ ഞാൻ രാജേശ്വരിക്കാ തീരെ എഴുതി കൊടുത്തത്. അവരെനിക്ക് പണമായിട്ടല്ല, സ്വർണമാണെന്നും പറഞ്ഞ ഈ ആഭരണങ്ങൾ എനിക്ക് പ്രതിഫലമായിട്ട് തന്നത്. അതും 30 പവൻ ഉണ്ടെന്നും പറഞ്ഞ്. ഇങ്ങനൊരു ഇടപാട് ഇതിനിടെ നടന്നോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ രാജേശ്വരിയുടെ അടുത്ത് നിന്ന് വാങ്ങിയെന്നോ രാജലക്ഷ്മി ജുവലറിയിൽ നിന്ന് വാങ്ങിയെന്നോ ഞങ്ങൾക്ക് അറിയേണ്ട ശാരദാമ്മേ. ഇതൊക്കെ ഒരു ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാ. മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണം ഇല്ലായിരുന്നെങ്കിൽ അതിനൊരു അവധി പറയുന്നതിനും ഉണ്ടായിരുന്നു ഒരു മാന്യതയൊക്കെ. ഇതിപ്പോ മുക്കുവണ്ടം തന്ന് നിങ്ങൾ ഞങ്ങളെ കൊഞ്ഞനം കുത്തിയതുപോലെ ആയിപ്പോയി. അതുകൊണ്ടാ വിജയലക്ഷ്മി മരുമകളെ ഇവിടെ കൊണ്ടാക്കിയത്. സമ്മതിക്കുന്നു കൃഷ്ണൻകുട്ടി ഏട്ടാ, പറഞ്ഞല്ലോ ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാ ഇതൊക്കെ. ഏതായാലും നടന്നത് നടന്നു. രാജേശ്വരിക്ക് എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ ഞാനത് പറഞ്ഞു തിരുത്താം. അതുമല്ലെങ്കിൽ ഈ ഭൂമിയും വീടും ഒക്കെ കിടപ്പുണ്ടല്ലോ. തൽക്കാലം നിങ്ങൾ ഇവളെ തിരിച്ചു കൊണ്ടുപോകണം. സ്വർണത്തിന്റെ കാര്യം ഞാൻ തന്നെ ഇടപെട്ട. വേണ്ട, സ്വർണത്തിന് പകരം മുക്ക് വേണ്ടെന്ന നിങ്ങളെയോ നിങ്ങളുടെ മകളെയോ ഒക്കെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല ഇനി ഞാൻ. അതുകൊണ്ട് ഇനി ഈ അസത്തിന്റെ നിഴല് പോലും എന്റെ വീട്ടുപടിക്കൽ കൊണ്ടുവരരുത്. രാജീവിന് ഞങ്ങൾ വേറെ പെണ്ണ് ആലോചിക്കുന്നുണ്ട്. 30 അല്ല 300 പവൻ തന്നാലും ഇനി ഇവളെ ഞങ്ങൾക്ക് വേണ്ട.
നിന്നാ ശരിയാവില്ല. ശരിയാവില്ലെങ്കിലേ വല്ല അന്യദിക്കിലേക്ക് ഇറങ്ങിപ്പോവാൻ പറ. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളെ കൊണ്ടുവന്ന് തള്ളാനുള്ള സ്ഥലമല്ല എന്റെ വീട്. വിജയലക്ഷ്മി, ഇനിയിപ്പൊ ഇറങ്ങിപ്പോവാൻ പറയാനാവില്ലെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിന്റെ കണ്ണാടിക്കൂട്ടിൽ എടുത്തു വെച്ചാലും മതി. താരപ്പടിക്കുള്ളവര് വരുമ്പോഴേ എടുത്തങ്ങ് കൊടുക്കാം. ഞങ്ങൾക്ക് വേണ്ടി ഇവളെ. ഈശ്വര, വാ വിഷം കുടിച്ചേട്ടാ, ഇതിവിടെ കഴിഞ്ഞു. മാത്രമല്ല അല്ല പിന്നെ വിജയലക്ഷ്മി കേറ്. മാറങ്ങോട്ട്. കല്യാണം കഴിഞ്ഞെന്ന് കരുതണ്ട. എന്റെ മക്കളാരും ശാരദയ്ക്ക് ഒരു അധികം പെറ്റല്ല. എടുക്കുമോള്. വാ വലിയേച്ചി. ചെല്ല്. വാ. അമ്മ, കുഞ്ഞേച്ചിയുടെ കാര്യം എന്തായി? അവളും ഇങ്ങോട്ട് തന്നെ മടങ്ങി വരും മോളെ. നാളെ തന്നെ. ചേച്ചി, 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 ദേ ഫോൺ ബെല്ലടിക്കുന്നു. ആ, നീ അറ്റൻഡ് ചെയ്യ്. കട്ടായല്ലോ.
ചേച്ചി ആരാ ഇത്? ചോദിക്കാൻ പാടില്ലായിരുന്നു. അതിന് അയാൾ ചാടിക്കളിക്കാൻ നിൽക്കുമല്ലേ? ചേച്ചി ആരോടാ കാശ് വാങ്ങിച്ചത്? ഞാൻ വാങ്ങിച്ച പണം അല്ലടാ, നിന്റെ അളിയൻ. അതിന് അയാൾ വാങ്ങിയ കാശിന് ചേച്ചി എന്തിനാ സമാധാനം പറയുന്നത്? അയാൾ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച പണം അല്ല ഇതൊന്നും. പിന്നെ വീട് വെച്ചത് ലോണിന്, കാരണം നിന്റെ ബൈക്കിനോടൊക്കെ EMI. നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന വീടിനെ ബാങ്കുകാര് നോട്ടീസ് ഒട്ടിച്ചു ജപ്തിക്ക്. അത് മിക്കവാറും പോക്ക. എന്നിട്ട് അളിനിതൊന്നും ഗോപാലേട്ടൻ എല്ലാം ഒരു റോളിങ്ങിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ പറഞ്ഞതിനൊരു മൊനയുണ്ടല്ലോ ചേച്ചി. എന്നെ കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ലെന്നും അളിയൻ പോകാൻ കാരണം ഞാനാണെന്നും. നിന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന്? കുത്തിയിരുന്ന് കുറെ ചീട്ട് കളിക്കാനും കള്ളു കുടിക്കാനും അല്ലാതെ. ചേച്ചി ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. ബാങ്കിന്റെ ഗുണ്ടകൾ കയറി ഇറങ്ങുന്നെന്നും പറഞ്ഞ് ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൈയും കാലും പിടിച്ചിട്ടാ വാടകയ്ക്കാണെങ്കിൽ ഈ വീട് സംഘടിപ്പിച്ചത്. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ. ഓ, അത് വലിയ കാര്യമായി പോയി. ആ, വലിയ കാര്യം തന്നെയാ. എനിക്കിപ്പോ ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. പിന്നെ അളിയന് കഷായം കൊടുത്തത് ഞാനല്ല, ചേച്ചിയാ. കഷായം കുടിച്ച് കാറും എടുത്തോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയ അളിയന്റെ കാറേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. അളിയനെ കിട്ടിയിട്ടില്ല. ചത്തോ ജീവനോടുണ്ടോന്നോ ആർക്കും അറിയില്ല. അളിയൻ ഭൂമിയിലെ തനിയെ പൊട്ടിമുളച്ചൊന്നും അല്ലല്ലോ. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അന്വേഷിക്കും. എവിടെ പോയെന്ന് സമാധാനം പറയേണ്ടതേ ഭാര്യയായ ചേച്ചിയാ, അളിയനായ ഞാനല്ല. ഈ നിമിഷം ഇവിടുന്ന് കൈയും വീശി ഇറങ്ങിപ്പോയാ എന്റെ ബാധ്യത തീർന്നു. എനിക്ക് കടത്തുണ്ടെങ്കിലും കിടന്നുറങ്ങാം. ചേച്ചിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇനി ആളിയെ എവിടെയെങ്കിലും കിടന്ന് ചത്താരും ഞാൻ തടിയൂരും. ചേച്ചി, മാപ്പ് സാക്ഷി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കഷായത്തിൽ ചേർക്കാനുള്ള കെമിക്കൽ വാങ്ങിച്ചത് എവിടെ നിന്നാണെന്നും ഞാനങ്ങ് പറഞ്ഞു കൊടുക്കും. ഞാൻ ഊരും, ചേച്ചി പെടും. ആ വീട് ബാങ്കുകാർ കൊണ്ടുപോയാലേ ചേച്ചി സങ്കടപ്പെടണ്ട. ചേച്ചിക്ക് സർക്കാർ ചിലവിൽ താമസവും ഭക്ഷണവും കിട്ടും, കാവലിന് പോലീസും. സെൻട്രൽ ജയിലേ, സെൻട്രൽ ജയിൽ തൊട്ടുപോകരുത് തന്നെ. നിങ്ങളുടെ അടിയും കൊണ്ട് കാൽച്ചുവട്ടിൽ ചുരുണ്ടു കിടക്കാനേ ഞാൻ നിങ്ങളുടെ ഭർത്താവ് ഗോപാലകൃഷ്ണനല്ല. കുറച്ച് പ്രായം കൂടുതലുണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ അയാളുടെ മുന്നിൽ കയ്യൂക്ക് കാണിച്ചിരുന്നത്. ബാലേന്ദ്രനെ നിങ്ങളെക്കാൾ പ്രായത്തിൽ ഇളയതാ. ദേഹം നൊന്താ. ചേച്ചി കൂച്ചിന്നൊന്നും ബാലൻ നോക്കിന്ന് വരില്ല. അല്ല പിന്നെ ബാലേന്ദ്രനോടാ കളി. രാജേശ്വരി, പണത്തിന്റെ കാര്യമൊന്നും നീ ആലോചിക്കണ്ട. ഒക്കെ ഈ ഗോപാലകൃഷ്ണൻ നോക്കിക്കൊള്ളാമെന്ന്. എല്ലാം ഒരു റോളിംഗ് അല്ലേ.
അവളെ വിളിച്ചോ? എന്തു പറഞ്ഞു അവള്? മുറിയടച്ചിരിക്കുമായിരുന്നു. വരാന്ന് പറഞ്ഞു വല്യേച്ചി. ഇപ്പൊ വലിയ കരച്ചിലൊന്നുമില്ല. കൊറേ കരഞ്ഞു തീർന്ന പിന്നെ ഒരു മരവിപ്പേ ബാക്കിയുണ്ടാവും. നമ്മളൊക്കെ കൂടെ വേണം അത് മാറ്റിയെടുക്കാനായിട്ട്. ആ, ഇതിനിടയിൽ എന്തെങ്കിലും ഒരു പോംവഴി തെളിയും. പിന്നെ അച്ഛന്റെ കാര്യം ഞാൻ വല്യേച്ചിയോട് പറഞ്ഞിട്ടില്ല. നന്നായി. അവളൊരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ അച്ഛനെവിടെ. യാദൃശികമായ അച്ഛനെവിടെ കാണുമ്പോ അവൾക്ക് വലിയ സന്തോഷാവും. അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടം അവക്ക്. ഇന്ന് മൊത്തം കരഞ്ഞതല്ലേ, മനസ്സൊന്ന് പ്രസന്നമാവട്ടെ. അമ്മേ, മോളിത് കൊണ്ടേ കൊടുക്ക്. ആർക്ക്? നമുക്കിവിടെ ഒരു അതിഥിയുണ്ട്. തൽക്കാലം ഒളിവില്ല. മോക്ക് പരിചയമുണ്ടോന്നൊന്ന് പോയി നോക്ക്. ദാ അവിടെ ശാലിനിയുടെ മുറിയില്. ചെല്. നിങ്ങളോ? അയ്യോ, എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യം? മോളെ, ഞാൻ നിന്റെ അച്ഛനാ. അച്ഛനോ? നിങ്ങളാണോ അച്ഛൻ? മോളെ, നിങ്ങളൊരു അച്ഛനായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. 3 മക്കളെ ജനിപ്പിച്ച ശേഷം 17 വർഷം മുൻപ് ഒരു സ്ത്രീയെ നടുക്കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞില്ലേ? ആ സ്ത്രീയും മക്കളും ഇപ്പോഴും അതേ കടലിൽ മുങ്ങി താഴ്ന്നോണ്ടിരിക്കുക. കര എത്തിയിട്ടില്ല. എടി മോളെ, ഈ മനുഷ്യനെ എന്തിനാ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നേ? മോളെ ഒന്ന് പതുക്കെ, ആരെങ്കിലും കേക്കും. കേക്കട്ടെ. ഇപ്പൊ ഈ നിമിഷം ഇറക്കി വിടണം ഇയാൾ ഇവിടുന്ന്. മോളെ, രാജേശ്വരി കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് ഗോപാലേട്ടനെ കൊല്ലാൻ നോക്കി. അവിടുന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു വന്ന് ഇവിടെ ഒളിവിൽ താമസിക്കുന്നതാ. രാജേശ്വരിയുടെ ബാലേന്ദ്രന്റെ കൈ കിട്ടിയ വിവരം പുറത്തു പോകാതിരിക്കാൻ അവരച്ഛനെ കൊന്നു കളഞ്ഞെന്നിരിക്കും. കൊല്ലട്ടെ. ഇവിടുത്തെ സന്തോഷം തികയാഞ്ഞു മറ്റൊരു സ്ത്രീ അന്വേഷിച്ചു പോയതല്ലേ? അത് തന്നെ വേണം ശിക്ഷ. എന്താ മോളെ നീ പറയുന്നതൊക്കെ? ഈ മനുഷ്യനുണ്ടാക്കി വെച്ചതിന്റെ അനന്തര ഫലങ്ങളാമേ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ജീവിക്കാൻ വിടുന്നുണ്ടോ ഇയാളും ഇയാളുടെ ഭാര്യ? 30 പവന്റെ മുക്കുബണ്ടം തന്നു പറ്റിച്ചിട്ടും അമ്മയ്ക്ക് മതിയായിട്ടില്ലല്ലേ? ഇതും എന്തെങ്കിലും നാടകമായിരിക്കും. അമ്മ പറഞ്ഞതുപോലെ ബാക്കിയായ 4 പ്രാണം കൂടി പറിച്ചെടുത്ത് പ്രിയതമ്മയുടെ കാൽ ചുവട്ടിൽ കൊണ്ടുവയ്ക്കാൻ. ഇയാൾ ഇവിടെ ഉള്ളപ്പോ ഞാനിവിടെ നിൽക്കുമെന്ന് കരുതണ്ട. ഇറങ്ങി പോവാൻ ഇടമില്ല. എന്നാലും ഞാൻ പോവും. ശാരിക അറിയാലോ നിങ്ങക്ക്. വല്യേച്ചി, വല്യേച്ചി ഒന്ന് നിക്ക്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വല്യേച്ചി, ഗോപാലേട്ട, അവള് പറഞ്ഞതിൽ എന്താ ശാരദ തെറ്റ്? അമ്മേ, വല്യേച്ചി മുറി കയറി വാതിലടച്ചു. വിളിച്ചിട്ടും തുറക്കുന്നില്ല. ഓ, ഈ പെണ്ണ്.